ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോളേജിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. രാത്രിയിലേക്ക് നമുക്ക് ഡിന്നർ സെറ്റാക്കണം. ആദ്യം തന്നെ ഞാൻ അരി അടുപ്പയിലോട്ട് ഇട്ടു കുക്കറിൽ. കാരണം അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇന്ന് ഡിന്നറിന് പരിപ്പ് കറി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ആന്ധ്ര സ്റ്റൈലിലുള്ള പരിപ്പ് കറി വെക്കാവേ. നമ്മൾ സാധാരണ സാമ്പാറിന് എടുക്കുന്ന ദാൽ എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഓറഞ്ച് കളർ ദാലായതുകൊണ്ട് ഞാൻ അതാണ് ഇട്ടത്. അതിൻ്റെ കൂടെ 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു തക്കാളി മതി, വലുതാണേൽ കുഞ്ഞ് തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടത്. പിന്നെ ഒരു സവോളയുടെ 1/4 ഭാഗവും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെക്കാം. ഇത് ഓറഞ്ച് കളർ ദാലായതുകൊണ്ട് തന്നെ ഒരു വിസിൽ വന്ന് ഉടനെ ഞാൻ ഓഫാക്കി. അല്ലെങ്കിൽ നമുക്കൊരു സിമ്മേലാക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കാം. പാലക് പപ്പുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു. ഒരു പാൻ അടുപ്പയിൽ വെച്ച് കടുകും ഉഴുന്നും കൂടി ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ജീരകം ഇടാം. ബാക്കി 3/4 ഉള്ളി സവോള ബാക്കിയുണ്ടല്ലോ, അതും ഇട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് 2 പച്ചമുളകും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും കുറച്ച് കൊറിയാണ്ടർ പൗഡറും കൂടി ഇടാവേ. ഞാൻ 5 മുളക് ഓൾറെഡി യൂസ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടത്. ഇത് നന്നായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പാലക്കിൻ്റെ ചീര ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വേഗം കേട്ടോ. കണ്ടോ, അപ്പോഴത്തേക്കും കണ്ടോ, ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ആദ്യം കണ്ടപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയല്ലോ. ഈ സമയത്തേക്ക് നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഈ ഒരു പാലക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യാവേ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ സ്പെഷ്യൽ പാലക് പപ്പു റെഡി. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് മീനൊക്കെ. മുളക് പൊടി, മഞ്ഞൾ, കുരുമുളക്, ഉപ്പ്, ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിൽ കഷ്ണത്തിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ 4 പേരായതുകൊണ്ട് 4 കഷ്ണം മാത്രമേ ഇപ്പം വറുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ എടുത്തു വെച്ചു ഫ്രീസറിൽ. എന്നിട്ട് അത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നേ. നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കി ഈ ഒരു സ്പെഷ്യൽ പപ്പു കറിക്ക് നമ്മുടെ വൈറ്റ് റൈസാണ് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് റെഡ് റൈസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇന്ന് ഡിന്നറിന് നമ്മുടെ റെഡ് റൈസ്, പപ്പു, നമ്മുടെ ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ കാണാം.